നമ്മളിൽ പലരും ഭയത്തോടെ അല്ലെങ്കിൽ വെറുപ്പോടെ കാണുന്ന ഒരു ജീവിയാണ് പരുന്ത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് നീറ്റ് പ്രിപ്പറേഷൻ സമയത്ത് പരുന്തിൽ നിന്ന് തുടങ്ങിയതെന്ന് അല്ലേ? കാരണം പരുന്തിൻ്റെ കുറേ ആറ്റിറ്റ്യൂഡ് നമ്മുടെ നീറ്റ് പ്രിപ്പറേഷനും നമ്മുടെ സക്സസ്ഫുൾ ജീവിതത്തിലേക്കും നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നിങ്ങളുടെ ജീവിത സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ബ്രില്യൻ ഫാമിലിയുടെയും ഫിസിക്സ് ഫാമിലിയുടെയും എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ നേരുന്നു. അപ്പോൾ നമ്മൾ പരുന്തിലേക്ക് വന്നാൽ പരുന്തിൻ്റെ പ്രത്യേകതകൾ എന്തുവാണ്? നമുക്കറിയാം, പരുന്തിൻ്റെ ഒരു പ്രത്യേകത അത് മറ്റുള്ള പക്ഷികളിൽ നിന്ന് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അത് വളരെ ഉയരത്തിൽ തനിയെ പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷിയാണ്. മറ്റുള്ള പക്ഷികൾ കൂട്ടം കൂടി പറക്കുമ്പോൾ ഇത് തനിയെ പറക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്തുമായിരിക്കും? അപ്പോൾ അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലേ? അപ്പോൾ അത് സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഉണ്ടാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ നീറ്റ് പ്രിപ്പറേഷൻ സമയത്താണെങ്കിലും ജീവിതത്തിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം. അപ്പോൾ നമുക്കൊരു യുണീക്ക്നെസ് ഉണ്ടല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻസ് തുടങ്ങാൻ. പിന്നെ പരുന്തിൻ്റെ വേറൊരു പ്രത്യേകത നമുക്കറിയാം, അത് കാറ്റ് വീശുന്നു, കൊടുങ്കാറ്റുണ്ടാവുന്നു, അതുപോലെ ക്ലൗഡ്സ് ഉണ്ടാവുന്നു. ആ സമയത്ത് മറ്റുള്ള പക്ഷികളെ പോലെ പേടിച്ച് കൂടിലേക്ക് പോകാറില്ല. പിന്നെന്താ ചെയ്യുന്നത്? അത് ആ പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്ലൗഡ്സിന് മുകളിൽ കൂടെ പറക്കുമെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പല പല പ്രതിസന്ധികൾ ഉണ്ടാവാം. ആ സമയത്ത് നമ്മൾ അതിനെ കണ്ട് ഓടി മറയുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന് മുകളിൽ കൂടെ പറന്ന് അതിനെ ഓവർകം ചെയ്ത് നമ്മുടെ എയിമിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കണം. പരുന്തിൻ്റെ അടുത്ത പ്രത്യേകത നമുക്കറിയാം, വളരെ ലോങ് ഡിസ്റ്റൻസിൽ നിന്നാണെങ്കിലും അതിന് ക്ലിയർ വിഷൻ ഉണ്ട്. അതേപോലെ തന്നെ അതൊരു ഇരയെ കണ്ടാൽ അതിന് മുമ്പിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് ആ ഇരയെ തന്നെ ലക്ഷ്യമാക്കി പായുമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ നീറ്റ് പ്രിപ്പറേഷൻ ഇവിടെ റിപ്പീറ്റേഴ്സ് കോഴ്സിന് വരുമ്പോൾ നമ്മൾ വീടുകളിൽ നിന്ന് മാറി നിൽക്കുന്നു, ഹോസ്റ്റലിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. പക്ഷേ നമ്മൾ അതിനെയെല്ലാം ഓവർകം ചെയ്ത് നമ്മുടെ മുൻപിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്തുവാ? എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് MBBSന് നല്ല സ്ഥലത്ത് അഡ്മിഷൻ കിട്ടണം, എനിക്ക് നീറ്റിന് നല്ല റാങ്ക് വേണം. ആ ഒരു എയിം മാത്രം വെച്ചിട്ട് എനിക്ക് അതിന് അതിയായ ആഗ്രഹമുള്ളതുകൊണ്ട് ബാക്കിയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെയെല്ലാം ഓവർകം ചെയ്ത് എനിക്ക് ആ ലക്ഷ്യത്തിലേക്ക് വരാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ ബാക്കിയെല്ലാം അവിടെ തന്നെയായി. പിന്നെ പരുന്തിൻ്റെ അടുത്ത ഒരു പ്രത്യേകത നമുക്കറിയാം, ഏകദേശം 40 വയസ്സാകുമ്പോൾ ഒരു പരുന്തിൻ്റെ ജീവിത കാലയളവ് അവസാന ഘട്ടത്തിലേക്ക് പോകുമെന്നാണ് പറയുക. പക്ഷേ ഒരു 30 വർഷം കൂടെ അതിൻ്റെ ജീവിതായുസ് അതിന് വേണമെങ്കിൽ നീട്ടാം. പക്ഷേ അതിന് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സിൽ കൂടെ അത് പാസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രായമാകുന്ന സമയത്ത് കൊക്ക് വളഞ്ഞ് അതിന് ഇര തേടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അതേപോലെ തന്നെ കാലിൻ്റെ നഖങ്ങളും വളയും. അതിൻ്റെ തൂവലുകൾ നമുക്കറിയാം ഭാരമുള്ളതായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ജീവിതകാലം അവസാനിക്കാൻ പോകുന്ന സമയത്ത് അതെന്താ ചെയ്യുക? അത് പാറയിൽ ഉരസി അതിൻ്റെ വളഞ്ഞിരിക്കുന്ന കൊക്ക് ഒടിച്ചു കളയുന്നു. ആ കൊക്ക് പൂർവ്വസ്ഥിതിയിൽ വരുന്നത് വരെ അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് വരുന്നത് വരെ അത് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം ആ കൊക്ക് ഉപയോഗിച്ച് തൻ്റെ കാലിലെ വളഞ്ഞ നഖങ്ങൾ അടർത്തി മാറ്റുന്നു. അപ്പോൾ പുതിയ നഖം ഉണ്ടായി വരുന്നു. അപ്പോൾ അതിനുശേഷം അതിൻ്റെ പഴയ തൂവലുകൾ തന്നെ കുത്തിപ്പറിച്ച് കളയുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെ അതിനുശേഷം അത് 30 വർഷത്തേനുള്ള അതിൻ്റെ ജീവിത കാലയളവ് നീട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പഠനം അത്ര ഡിഫിക്കൽട്ടാണെന്നല്ല ഞാൻ പറയുന്നത്, അത്ര വേദനാജനകമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മൾ ഇതുവരെ പഠിച്ച രീതിയിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നമുക്കുണ്ടാവാം. +1 +2 പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പഠിച്ച് നമുക്ക് റിസൾട്ട് കിട്ടി കാണും. പക്ഷേ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ നീറ്റ് പ്രിപ്പറേഷനിലേക്ക് വരണം. അതുകൊണ്ടൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കറിയാം, ഒരു പരുന്തുണ്ടാവുന്ന സമയത്ത് അതിൻ്റെ കൂട്ടിലെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം പരുന്ത് അമ്മ കിളി എടുത്തു കളയുമെന്നാണ് പറയുന്നത്. കാരണം എന്തുവാ? അത് അവിടെ അതിൻ്റെ കുഞ്ഞ് കംഫർട്ടബിൾ ആണ് കൂടിനുള്ളതെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കാൻ ശ്രമിക്കും. അത് ഔട്ട്സൈഡിലേക്ക് പോകാൻ ശ്രമിക്കത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് അല്പമൊക്കെ മാറ്റി ചിന്തിച്ചാൽ മാത്രമേ, പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ജീവിത ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു, ആ പരുന്തിൻ്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പരുന്തിനെ എല്ലാവരും സ്നേഹിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. നമ്മൾ ഫിസിക്സ് എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാം, 180 ഔട്ട് ഓഫ് 180 എങ്ങനെ നമുക്ക് നേടാൻ പറ്റും, അതാണ് നമ്മുടെ ചിന്താവിഷയം. നമുക്കറിയാം, ഫിസിക്സിൽ 180 ഔട്ട് ഓഫ് 180 വാങ്ങിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള പ്രോസസ്സല്ല. അതേപോലെ തന്നെ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സും അല്ല. നമ്മൾ ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രില്യൻറ്റിൽ നിന്ന് എന്താണോ നിങ്ങളോട് പറയുക അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. 180 ഔട്ട് ഓഫ് 180 കിട്ടും. പക്ഷേ നമ്മൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകരുതെന്ന് മാത്രം. കാരണം നമ്മുടെ പ്രീവിയസ് ഇയറിലെ റിസൾട്ടും ഈ വർഷത്തെ റിസൾട്ടൊക്കെ സൂചിപ്പിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പാറ്റേണിനനുസരിച്ച് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുമെന്ന്.
അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫിസിക്സ് പഠനത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്കതിനെ വേണമെങ്കിൽ 3 ക്ലാസിഫൈ ചെയ്യാം. ആദ്യം പ്രിപ്പറേഷൻ, പിന്നെ അതിനുശേഷം നമ്മൾ റിവിഷൻ നടത്തും. ആ റിവിഷൻ നടത്തി പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ തറവാക്കിയതിന് ശേഷം നമ്മൾ എക്സാം ഹാളിൽ അത് എക്സിക്യൂഷൻ നടത്തും. അപ്പോൾ നമ്മൾ ആദ്യം പ്രിപ്പറേഷൻ പാർട്ടിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ നമുക്ക് പറയാം. ക്ലാസ് കേൾക്കുമ്പോൾ കംപ്ലീറ്റ് ക്ലാസ് അറ്റൻറ്റീവായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. പഠിപ്പിക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ ആലോചിച്ച് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ഇക്വേഷൻസ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ പലപ്പോഴും എൻട്രൻസ് പഠനമെന്ന് പറയുന്നത് കുറേ ഇക്വേഷൻസ് കാണാതെ പഠിക്കുന്നതാണെന്ന് ചിലർ വിചാരിക്കാറുണ്ട്. അത് മാത്രം പോരാ, നമ്മൾ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ആ സിറ്റുവേഷനോട് അസോസിയേറ്റ് ചെയ്ത ഇക്വേഷൻസ് ഓർത്തിരിക്കുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നാൽ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമുക്ക് പലപ്പോഴും ആ കുട്ടികൾ പറയാറ്, എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, എനിക്ക് ഇന്ന ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. അതിൻ്റെ കാരണം എന്തുവാ? നമ്മൾ കുറേ ഇക്വേഷൻസ് വെറുതെ കാണാതെ പഠിച്ചെന്ന്. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായാൽ നമ്മുടെ പകുതി ആൻസറായി. അതിന് നമ്മൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ള. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ക്ലാസ്സൊക്കെ കേൾക്കുന്ന സമയത്ത് ചില ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. കുട്ടികൾ കോമൺ ആയിട്ട് കാണിക്കുന്ന മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ക്ലാസ് കേട്ടു, ആ ക്ലാസ് കേട്ടതിന് ശേഷം അന്ന് തന്നെ അത് പോയിട്ട് വീട്ടിൽ പോയിരുന്ന് പഠിക്കുക. പഠിക്കുന്ന സമയത്ത് എന്താണ് പഠിക്കുന്നതെന്ന് ആലോചിക്കുക. അതിനെ ബേസ്ഡ് സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ചാപ്റ്റർ തീരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ സബ് ടോപ്പിക്ക് തീരുന്ന സമയത്ത് അതിനനുസരിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ ബൈ സെക്ഷൻ ആക്കാം. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ ആദ്യം കൂളംസ് ലോ എടുക്കാം. അപ്പോൾ അതിനുശേഷം ആ കൂളംസ് ലോ മാത്രം പഠിച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ പാർട്ട് മാത്രം എടുക്കാം. അതിൻ്റെ പ്രോപ്പർട്ടി സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആ സെക്ഷൻ നമ്മൾ പഠിക്കാം. അതിനുശേഷം ഗോസസ് ലോ പഠിക്കാം. ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻ പഠിക്കാം. അങ്ങനെ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ പോലും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ കേട്ടു, നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പ്രിപ്പറേഷൻ സമയത്ത് ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യണമെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ കാണും അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലെക്ചർ നോട്ട് പഠിക്കുക. അതിനുശേഷം നമ്മൾ ക്ലാസ്സിൽ ചെയ്ത സ്റ്റഡി മെറ്റീരിയൽ ഒന്നുകൂടെ ചെയ്ത് നോക്കുക. ഈ സ്റ്റഡി മെറ്റീരിയലൊക്കെ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റനിൽ റിസർച്ച് നടത്തിയിട്ട് അല്ലെങ്കിൽ സിലബസിൽ റിസർച്ച് നടത്തിയിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ യൂസ്ഫുൾ ആണ് നമ്മുടെ സ്റ്റഡിക്ക്. അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് പഠിക്കുക. അതിനുശേഷം വർക്ക് ബുക്ക് സോൾവ് ചെയ്യുക. വർക്ക് ബുക്കും ഇങ്ങനെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണം. കാരണം നമുക്ക് എക്സാമിന് ഏറ്റവും നല്ല റെഫറൻസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കൂടെ ഒന്ന് പോവുക. അപ്പോൾ എങ്ങനെയുള്ള ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്കറിയാം നമ്മുടെ റെഫറൻസ് മെറ്റീരിയലാണ് അടുത്തത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തീർച്ചയായിട്ടും NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ക്ലാസ് എടുക്കാറ്. എങ്കിലും നിങ്ങളുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ആദ്യം മുതലേ NCERT ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് വായിക്കുന്നത് നല്ലത്. NCERT ടെക്സ്റ്റ് വായിക്കുമ്പം കംപ്ലീറ്റ് ലൈൻ ബൈ ലൈൻ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, അതിനകത്ത് എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ച് വരുമ്പോൾ. പിന്നെ അതിനുശേഷം നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും വേറെ സിമ്പിളായിട്ടുള്ള റെഫറൻസ് മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ എക്സാമിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എക്സാമിന് ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ എക്സാം ഉണ്ട്. ആ എക്സാം നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുശേഷം എക്സാമിൽ തീർച്ചയായിട്ടും നമുക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ മിസ്റ്റേക്കുകൾ എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏത് ക്വസ്റ്റ്യൻ ആണ് എനിക്ക് തെറ്റിയത്, അതെന്തുകൊണ്ടാണ് തെറ്റിയത്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് അടുത്ത എക്സാമുകൾക്ക് അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ പറ്റും. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. കാരണം നമുക്കറിയാം പ്രാക്ടീസാണ് നമ്മളെ സക്സസ്സിലേക്ക് നയിക്കുന്നത്. അതുപോലെ എക്സാം ഹാളിലിരിക്കുമ്പോൾ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കുകളാണ് നമ്മുടെ ഫൈനൽ എക്സാമിന് മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആദ്യ ദിവസങ്ങളിൽ എക്സാം നടക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് മാർക്ക് കുറവാകാം. അപ്പോൾ ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഞാൻ ആദ്യം എക്സാം എഴുതുന്നു, ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോകാം. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാവർക്കും ഉള്ളതാണെന്ന് മനസ്സിലാക്കുക. അതേപോലെ ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. അപ്പോൾ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, അടുത്ത ആൾക്ക് മാർക്ക് കൂടുതലുണ്ട്, തൽക്കാലം ആദ്യം നമ്മൾ അതിനെയൊക്കെ വിട്ടേക്കുക. കാരണം
ഇത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ കൂടുതൽ എക്സാം എഴുതുന്ന ആൾക്കാർ കാണും. ചിലപ്പോൾ ഞാൻ ആദ്യമാണ് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നത്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം എക്സാമിന് മാർക്ക് കുറവാണെങ്കിലും ബ്രില്യൻ്റ് പറയുന്ന രീതിയിൽ അതേ പാറ്റേണിൽ പ്രിപ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും ഫൈനലി നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഓരോ എക്സാം കഴിയുമ്പോൾ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതേപോലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഓരോ ചാപ്റ്ററിലും ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക, ഫോർമുലാസ് എഴുതി ഒന്ന് വെക്കുക. കാരണം നമ്മൾ അവസാന നിമിഷങ്ങളിൽ നമ്മൾ സ്റ്റഡി പെട്ടെന്ന് ഈസി ആക്കാൻ വേണ്ടി അത് സഹായിക്കും. അപ്പോൾ അതെല്ലാവരും ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് അവസാന സമയം എല്ലാം വായിച്ച സമയം കളയാനുള്ളതില്ല. അപ്പോൾ അതുകൊണ്ട് ഫോർമുലാസ് എഴുതി വെക്കുക. അതിനോട് അസോസിയേറ്റ് ഡയഗ്രം ഒക്കെ ഉണ്ടെങ്കിൽ അത് വരച്ച് വെക്കണം കേട്ടോ. നമ്മൾ ഇക്വേഷൻസ് എഴുതുമ്പോൾ അതിനോട് അസോസിയേറ്റ് ഒരു ഡയഗ്രം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ചില പോർഷൻസ് നമുക്ക് വളരെ ഈസി ആയിരിക്കും, ചില പോർഷൻസ് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം. അപ്പോൾ അങ്ങനെയുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോക്കെ. ഇന്ന പോർഷൻസ് എനിക്ക് വളരെ ഈസിയാണ്, ഞാൻ അധികം അതിൽ സമയം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന പോർഷൻസ് എനിക്ക് ഡിഫിക്കൽട്ടാണ്, അതുകൊണ്ട് റിവിഷൻ നടത്തുമ്പോൾ ഞാൻ അതിന് കൂടുതൽ സമയം കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബ്രില്യൻ്റ് എന്തുവാണോ പറയുന്നത് അതിനനുസരിച്ച് വർക്ക് ചെയ്താൽ, ടീച്ചേഴ്സ് പറയുന്നത് എന്തുവാണോ അതനുസരിച്ച് വർക്ക് ചെയ്താൽ, ഫിസിക്സിന് 180 ഔട്ട് ഓഫ് 180 എന്ന് പറയുന്നത് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമൊന്നും അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായിട്ടുള്ള നമ്മൾ പഠിക്കുന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ച് പഠിച്ചാൽ മതി, നല്ല റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുടക്കം എന്ന നിലയ്ക്ക് നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. പിന്നെ കെമിസ്ട്രി, ബയോളജി ഒക്കെ പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടെ ഒക്കെ നിങ്ങൾ ടീച്ചേഴ്സ് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കിട്ടും. പിന്നെ ഇതിന് ശേഷം അത് നിങ്ങൾ ക്ലാസ് തുടങ്ങിയതിന് ശേഷവും നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്റ്റേജ് ബൈ സ്റ്റേജിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഇൻഫർമേഷൻസുമായിട്ട് ആ ടീച്ചേഴ്സും നിങ്ങൾ തീർച്ചയായിട്ടും ബ്രില്യൻ്റ് ഫാമിലി തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പഠനത്തിന് ഡീവിയേറ്റ് ചെയ്തു പോകാതിരിക്കുക. വേറെ ഒരു കാര്യങ്ങളും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല റിസൾട്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉണ്ടാവും. ബ്രില്യൻ്റ് സക്സസ് ജേർണിയിൽ നിങ്ങളും പാർട്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.